നമസ്കാരം. പേജർ ബോംബിങ്ങിലൂടെയും വോക്കി ടോക്കി സ്ഫോടനത്തിലൂടെയും ഹമാസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല മുഴുവൻ തകർത്ത ഇസ്രായേൽ ഒട്ടും കാത്തിരിക്കാതെ തിങ്കളാഴ്ച വലിയ തോതിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ബെയ്റൂട്ടിലും ലെബനനിലെ മറ്റിടങ്ങളിലേക്കും. ആ ബോംബാക്രമണത്തിൽ 560 പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ലെബനൻ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അതൊരു മുന്നറിയിപ്പായിരുന്നില്ല, തുടർ യുദ്ധത്തിൻ്റെ കാഹളനാദമായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഇന്നലെയും തുടർന്നു. ഇന്നലെ പക്ഷേ കാര്യമായ മരണങ്ങൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ പലതും തകർത്തെറിഞ്ഞതായി ഇസ്രായേൽ പറയുന്നുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും ഹിസ്ബുള്ള ഭീകരവാദികളാണ്, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് അഭയം കൊടുത്തവരാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഷ്യം. ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് കമാൻഡർ ഇബ്രാഹിം കൊമേദി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിന്റെ 2ാം ദിവസവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ ദിനമായിരുന്നു. നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടവരിലുണ്ട്, കുട്ടികൾ അടക്കമുള്ളവർ. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു. സ്വന്തം വീടുപേക്ഷിച്ച് മറ്റൊരു നിവൃത്തിയുമില്ലാതെ സ്വന്തം രാജ്യത്ത് എവിടെയെങ്കിലും അഭയം തേടി നടക്കുന്ന ആയിരങ്ങളാണ്. സ്കൂളുകളും മറ്റും അഭയാർത്ഥി ക്യാമ്പുകളാക്കി പാർപ്പിച്ചിരിക്കുകയാണ് ലെബനീസ് സർക്കാർ ഇപ്പോൾ. ഇതിന്റെ പ്രതികരണം ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലുമുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവസാനത്തെ UN പ്രസംഗത്തിനെത്തിയപ്പോഴും ഇതേ ചോദ്യമാണ് ഉയർന്നത്. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കയ്ക്ക് അത്ര വേഗം കൈകഴുകാൻ കഴിയാത്തതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ചർച്ചയായത് ഇസ്രായേൽ തന്നെയാണ്. എന്നാൽ ഒന്നും ഗവനിക്കാതെ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷ തങ്ങളുടെ മാത്രം കാര്യമാണ് എന്ന നിലപാടിൽ മുമ്പോട്ട് പോകുന്നു. ലെബനനിലെ നിരപരാധികളുടെ രക്തമൊഴുക്കുന്ന ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ ചോദ്യമുയർത്തിയവരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്, ഗാരേജിൽ റോക്കറ്റും ലിവിംഗ് റൂമിൽ മിസൈലും സൂക്ഷിക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ വീട് ബാക്കി ഉണ്ടാവില്ല എന്നാണ്. അത്ര ശക്തമായ മുന്നറിയിപ്പോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നതോടെ യുദ്ധം മുറുകുമെന്നും ഇസ്രായേൽ പിന്നോട്ടില്ലെന്നും വ്യക്തമാകുന്നു. അതേസമയം ഹിസ്ബുള്ളയും അല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല. ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞെങ്കിലും ഏതാണ്ട് 25,000-ഓളം മിസൈലുകളും റോക്കറ്റുകളും സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഹിസ്ബുള്ള ഇന്നലെയും ഏതാണ്ട് 200-ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു. അതിൽ 50-ഓളം എണ്ണം ഇസ്രായേലിൽ നിപതിച്ചു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണത്തിൽ പല കെട്ടിടങ്ങളും തകർന്നതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദേശീയപാതയിലൂടെ ആളുകൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു മിസൈൽ ചീറിപ്പാഞ്ഞു വരുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ അത് കണ്ട് ആളുകൾ കാറിട്ടിട്ട് ഇറങ്ങി ഓടുന്ന, വഴിയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന, പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ദേശീയപാതയിൽ ആ മിസൈൽ നിപതിച്ചു. ആരും കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും ഇസ്രായേലുകാരെയും പരിഭ്രാന്തിയിലാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നു. അതിനിടയിൽ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഒറ്റയ്ക്കാണെന്ന് ആരും ധരിക്കേണ്ടെന്നും അങ്ങനെ ഒറ്റയ്ക്കുള്ള ഹിസ്ബുള്ളയെ തീർത്ത് കളയാം എന്ന് ഇസ്രായേൽ ഹുങ്കു കാട്ടിയാൽ ഇറാൻ ഇടപെടുമെന്നും തക്കതായ തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാന്റെ പ്രഖ്യാപനം. അതേസമയം ഇസ്രായേലിന് മുൻപിൽ അധികം വഴികളൊന്നുമില്ല. ഹിസ്ബുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷമായി തുടർച്ചയായി ഇസ്രായേലിലേക്ക് മിസൈൽ വർഷിക്കുന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രശ്നം. ഏതാണ്ട് 70,000-ലധികം ആളുകളെ വടക്കൻ ഇസ്രായേലിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അവിടേക്ക് ആളുകൾക്ക് തിരിച്ചു പോവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇസ്രായേൽ കൊടുക്കുന്നത്. ഹമാസിന് വേണ്ടിയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ള തയ്യാറാണെങ്കിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്ന രീതി ഇസ്രായേലും അവസാനിപ്പിക്കാം എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഹമാസിനേക്കാൾ ശക്തമായ സംഘടനയാണ് ഹിസ്ബുള്ളയെന്ന് ഓർക്കണം. ഇറാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും പരിശീലനത്തിലും ആയുധ സഹായത്തിലും പിടിച്ചു നിൽക്കുന്ന ഹിസ്ബുള്ളയെ നേരിടുകയായിരിക്കും ദുഷ്കരമായ സംഗതി. പക്ഷേ തുടർച്ചയായി ഇങ്ങനെ ഹിസ്ബുള്ള ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇസ്രായേലിന് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ടാണ് ലെബനനിലേക്ക് നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടത്. ഇനി പ്രശ്നപരിഹാരത്തിനുള്ള ഏക വഴി ഹിസ്ബുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നത് തന്നെയാണ്. ഹിസ്ബുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചാൽ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ വെറുതെ വിടും.
പൊടുന്നനെ അങ്ങനെ പിന്മാറുക ഹിസ്ബുള്ളയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് മുൻപിൽ 3-4 വഴികൾ മാത്രമാണ് അവശേഷിക്കുക. ഒന്നാമത്തേത്, ഇപ്പോഴത്തെ വ്യോമാക്രമണം തുടരുക. ഇപ്പോൾ നടത്തുന്നത് പോലെ ലെബനനിൽ കണ്ണുമടച്ച് ബോംബിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം സാധാരണക്കാരായ മനുഷ്യർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കൊല്ലപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുണ്ടാകും. ഇപ്പോൾ ഗാസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ ആക്രമണ ശൈലി ലെബനനിലേക്കും വ്യാപിപ്പിച്ചാൽ ഇസ്രായേലിനെതിരെയുള്ള വിമർശനം കനക്കും. രണ്ടാമത്തെ സാധ്യത, ഇസ്രായേലിന്റെ സുരക്ഷയെ കരുതി ഒരു ബഫർ സോൺ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഒരു 12 മുതൽ 18 മൈൽ വരെ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊടുക്കുക. അതായത് ലെബനന്റെ ഇസ്രായേൽ അതിർത്തിയിലുള്ള 12 മുതൽ 18 മൈൽ വരെയുള്ള ദൂരം പൂർണ്ണമായും ഇസ്രായേൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ ആ ബഫർ സോണിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാനും ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കാനും ഇസ്രായേലിന് കഴിയും. അതിന് ലെബനൻ വഴങ്ങുന്നില്ലെങ്കിൽ മൂന്നാമത്തേത്, ബെയ്റൂട്ട് മുഴുവൻ പിടിച്ചെടുക്കുകയാണ്. യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക. ബെയ്റൂട്ട് പിടിച്ചെടുക്കുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമുള്ള സംഗതിയല്ല. വാസ്തവത്തിൽ സമാധാന ദൂതനായി വാഴ്ത്തപ്പെടുന്ന, ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പോലും കിട്ടിയ യാസർ അറാഫത്ത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ PLO ഒരു ഭീകര സംഘടനയായി തന്നെയായിരുന്നു തുടങ്ങിയത്. ഈ PLOയുടെ പ്രവർത്തനം 1970 മുതൽ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചായിരുന്നു. ഏതാണ്ട് 82 വരെ PLO ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് ശക്തിപ്പെടുകയും സിറിയയുടെ പിന്തുണയോടുകൂടി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. PLO ശക്തിപ്പെട്ടതും അനേകം ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയതും ഇസ്രായേലികളെ കൊന്നതുമൊക്കെ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചായിരുന്നു. 1978-ലും 81-ലും 82-ലും ഇസ്രായേൽ ബെയ്റൂട്ട് പിടിച്ചെടുക്കുകയും PLOയെ നിയന്ത്രിക്കുകയും ചെയ്തു. ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ട് ഇസ്രായേൽ പിന്മാറുകയായിരുന്നു. എന്നിട്ടും PLO അവിടെ കേന്ദ്രീകരിച്ചതോടെ 82-ൽ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഏതാണ്ട് 7-8 ദിവസം കൊണ്ട് സിറിയയും ലെബനനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തു. സിറിയയുടെ വിമാനങ്ങളെല്ലാം തച്ചുടച്ചു. യാസർ അറാഫത്തിന്റെ PLOയെ ഒറ്റപ്പെടുത്തി ഓടിച്ചു. അങ്ങനെ ഏതാണ്ട് വെടിനിർത്തലിലേക്ക് പോവുകയായിരുന്നു. വാസ്തവത്തിൽ 82-ൽ ഇസ്രായേലിന്റെ ലണ്ടൻ അംബാസഡറെ PLOയുടെ എതിർവിഭാഗം വകവരുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കടന്നാക്രമണം. 82-ൽ ഇസ്രായേൽ ലെബനനിൽ കടന്നു കയറിയെങ്കിലും അവർ 2000 വരെ, ഏതാണ്ട് 18 വർഷം പിന്മാറാൻ തയ്യാറായില്ല. 18 വർഷം ബെയ്റൂട്ടിന്റെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു. ഈ കാലയളവിൽ വലിയ തോതിലുള്ള ഒളിയാക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും ഇസ്രായേൽ സേന നേരിട്ടു. നിവൃത്തിയില്ലാതെ തന്നെയാണ് പൂർണ്ണമായ പിന്മാറ്റം നടത്തിയത്. ഹിസ്ബുള്ളയെ പോലൊരു സംഘടന അവിടെയുള്ളപ്പോൾ അത്ര അനായാസമല്ല ബെയ്റൂട്ട് കീഴടക്കി നിയന്ത്രണം മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് ഇസ്രായേലിനറിയാം. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയതുപോലെ ബെയ്റൂട്ടിൽ പെട്ടുപോവാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായാൽ റിസ്ക് എടുത്തുകൊണ്ട് ഇസ്രായേലിനെ ബെയ്റൂട്ട് കീഴടക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇത്തരം പല വഴികളിലൂടെ ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇറാൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ലെബനിൽ കടന്നാക്രമണം നടത്തിയാൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറയുമ്പോൾ ലെബനനിലേക്കുള്ള കൂടുതൽ ആക്രമണങ്ങൾ അതൊരു പശ്ചിമേഷ്യയിലെ യുദ്ധമായി മാറാം. ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നതിനേക്കാൾ ഇറാന് വളരെ എളുപ്പമുള്ള സംഗതിയാണ് ലെബനനിലുള്ള ഇസ്രായേലികളെ ആക്രമിക്കുക എന്നത്. വലിയ തോതിൽ രക്തച്ചൊരിച്ചിലിന് കാരണമാകും. സാധാരണ മനുഷ്യർ മാത്രമല്ല, ഇസ്രായേലി സേനാംഗങ്ങളും കൊല്ലപ്പെടും എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ പശ്ചിമേഷ്യ യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇസ്രായേലിനെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ലോകം ഇടപെട്ട് ഹിസ്ബുള്ളയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ യുദ്ധം തുടരേണ്ടി വരും. ബെയ്റൂട്ട് പിടിച്ചെടുത്താൽ അത് മറ്റൊരു ഗാസയായി മാറും. ഗാസയിലെ പോലെ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയും സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി ജീവിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടാവും. ലോകം ഇടപെടേണ്ടിയിരിക്കുന്നു ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ. എന്നാൽ അതിനു മുൻപ് ഹിസ്ബുള്ളയോട് ആ യുദ്ധം താഴെ വയ്ക്കാൻ ലോകം പറഞ്ഞില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും.